കഴിഞ്ഞ ദിവസം പുതിയ KPCC നേതൃത്വമൊക്കെ അധികാരമൊക്കെ ഏറ്റു. നമ്മുടെ കെ സുധാകരൻ ബാറ്റൺ കൈമാറുകയൊക്കെ ചെയ്തു സണ്ണി ജോസഫിലേക്ക്. അപ്പോൾ ഇന്ന് ഹൈക്കമാൻഡുമായിട്ട് ചർച്ച നടത്താനായിട്ട് ഇന്നലെ സ്ഥാനമേറ്റെടുത്ത KPCC നേതൃത്വം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. വൈകിട്ടാണ് ചർച്ച നടക്കുക. ചന്തു ചന്ദ്രശേഖറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം. ചന്തു, പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചർച്ച, അതിനൊപ്പം തന്നെ ഈ അതൃപ്തിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വരുന്നു. ഒരു വിഭാഗത്തിന് ഈ നേതൃത്വത്തിൽ ചെറിയ അതൃപ്തി ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഒടുവിൽ ഈ ചെറിയാൻ ഫിലിപ്പിൻ്റെയൊക്കെ പ്രതികരണം വരുന്നുണ്ട്. പുനഃസംഘടനയിൽ ഗ്രൂപ്പ് നേതാക്കളുടെ പിന്തുണ ഇല്ലാത്തവരെ പരിഗണിക്കണം എന്നുള്ള ചിലരിലെങ്കിലും അതൃപ്തികളൊക്കെ നിലനിൽക്കുന്നു. ഇതിപ്പോൾ എങ്ങനെയാകും ഹൈക്കമാൻഡിലേക്കൊക്കെ എത്തുക, എങ്ങനെയാകും ചർച്ചകളൊക്കെ നടത്തുക? വിവരങ്ങൾ പറയാൻ ചെന്നു. തീർച്ചയായിട്ടും സേതുലക്ഷ്മി, പുതിയൊരു നേതൃത്വം അധികാരം ഏറ്റെടുത്തെങ്കിലും കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗത്തിൻ്റെ അതൃപ്തി അത് തുടരുകയാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടിയുള്ളത്. അതായത് പ്രധാനമായും ഇപ്പോൾ ഉയർന്നു വരുന്ന ആക്ഷേപം KC വേണുഗോപാൽ സംസ്ഥാന നേതൃത്വത്തെ അപ്പാടെ കയ്യിലൊതുക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നോമിനികളെ ആണ് കൂടുതലും ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പരിഗണിച്ചതെന്നതാണ് പ്രധാനമായും ആക്ഷേപം. കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ ചടങ്ങ് നടന്ന സമയത്ത് തന്നെ കൊടിക്കുന്നിൽ സുരേഷ് ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതായത് ദളിത് വിഭാഗത്തിന് വേണ്ടത്ര പരിഗണന ഇതിൽ കിട്ടുന്നില്ല എന്നൊരു ആക്ഷേപം അവിടെ ആ ഒരു വേദിയിൽ തന്നെ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. അതിന് മറുപടിയായി കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ മറുപടി പറയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ പലർക്കും ഇത്തരത്തിൽ അതൃപ്തിയുണ്ട്. അത് മാത്രമല്ല MP മാർ, കോൺഗ്രസിൻ്റെ MP മാരിൽ 7 പേരാണ് ഇന്നലെ ഈ ചടങ്ങിൽ നിന്നും പ്രധാനമായും വിട്ടുനിന്നത്. അത് ഒരു അതൃപ്തിയുടെ സൂചന കൊണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം KPCCയുടെ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം സ്ഥാനമേറ്റെടുക്കുന്ന ചടങ്ങിൽ പ്രധാനമായും എല്ലാ നേതാക്കളും പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം പതിവായി ഉണ്ടാകാറില്ല. അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു അതൃപ്തിയുടെ ഭാഗമാണ് എന്ന ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഹൈക്കമാൻഡുമായി ഇന്ന് ചർച്ച നടക്കുന്നുണ്ട്. സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും ഇന്ന് ചർച്ച നടത്തും. വൈകിട്ട് 4 മണിക്കാണ് ചർച്ച. പ്രധാനമായും ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ നേതൃത്വത്തിൻ്റെ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയായിരിക്കും. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും കോൺഗ്രസിനെ അധികാരത്തിലേക്ക് വരണം എന്നൊരു ലക്ഷ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു നേതൃമാറ്റം കൊണ്ടുവരികയും ഒറ്റക്കെട്ടായി സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകണമെന്ന ഒരു നിർദ്ദേശം നൽകിയത്. പക്ഷേ ഈ ഒറ്റക്കെട്ട് എന്ന പദം നേരത്തെ ഒക്കെ ഒറ്റക്കെട്ട് എന്ന് പറയുമ്പോഴും കോൺഗ്രസിനുള്ളിൽ നേതൃത്വത്തിൽ തന്നെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി മറനീക്കി പുറത്തു വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാതെ അണികളെയും പ്രവർത്തകരെയും എല്ലാം ഒരുമിച്ച് നിർത്തി കൊണ്ടുപോകുന്നതിനുള്ള ഒരു നിർദ്ദേശം ഉണ്ടാകണമെന്നാണ്. അപ്പോഴും ഇത്തരത്തിൽ ചെറിയ തരത്തിലുള്ള മുറുമുറുപ്പുകൾ ഉയരുന്നുണ്ട്. മാത്രമല്ല UDF കൺവീനർ സ്ഥാനം MM ഹസൻ മാറിയ ഒരു സാഹചര്യമുണ്ട്. നേരത്തെ കെ സുധാകരൻ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറുമെന്ന് മാത്രമായിരുന്നു സൂചനകൾ ലഭിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്ന് UDF കൺവീനറെ തന്നെ മാറ്റി ഒരു തീരുമാനമൊക്കെ ഹൈക്കമാൻഡിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. ഇവിടെയാണ് KC വേണുഗോപാലിൻ്റെ ഇടപെടൽ ഉണ്ടായി എന്ന് ഒരു വിഭാഗം നേതാക്കൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടി ഇന്നത്തെ ചർച്ചയിൽ വൈകിട്ട് 4 മണിക്ക് ചേർന്ന ചർച്ചയിൽ ഇക്കാര്യങ്ങൾ കൂടി വിഷയമായി എത്താനുള്ള സാധ്യതയുണ്ട്. സേതുലക്ഷ്മി. ഓക്കെ ചന്തു, ശരി. അപ്പോൾ KPCC നേതൃത്വം പുതുതായിട്ട് സ്ഥാനമേറ്റ KPCC നേതൃത്വം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഹൈക്കമാൻഡുമായി ഇന്ന് വൈകിട്ട് ചർച്ചയുമുണ്ട്.